ഗൈസ് എന്തെല്ലാം അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. മെയിനായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഷാർജയ്ക്ക് പോകുന്നത്. ഷാർജയ്ക്ക് പോകുന്നതിൻ്റെ രണ്ട് കാരണങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ നമ്മൾ രണ്ട് കൂട്ടുകാരന്മാരെ കാണുന്നുണ്ട്. ഒന്ന് നമ്മളെ നാസിയും ഒന്ന് നമ്മളെ കസിനും. അപ്പോൾ കസിൻ്റെ പേര് നിങ്ങൾ പോരാത്തെന്ന് കേട്ടും. ഒന്ന് സസ്പെൻസ് ആവട്ടെ, അവിടെ എത്തിയതിനു ശേഷം കാണാം. രണ്ട് പേര് പറഞ്ഞാൽ അതിന് ത്രില്ല് ചെയ്യല്ല. അപ്പോൾ നമ്മൾ നേരെ പോണത് എവിടുന്ന് വെച്ചാൽ അല്ലയിന്നാണ് പോണത്. നമ്മളെ ഏരിയയിൽ നിന്നാണ് പോണത്. ആദ്യം അല്ലയിൽ എത്തിയതിന് ശേഷം അവിടുന്ന് വേറെ ബസ് മാറി കയറാണ്ട് ഷാർജയ്ക്ക്. എങ്ങനെയാണെന്നൊന്നും അറിയില്ല, നല്ല പേടിയുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഷാർജയ്ക്ക് പോണത്. അത്ര ദൂരം ഇതുവരെ സഞ്ചരിച്ചിട്ട് ഈ ഒറ്റയ്ക്ക് നമ്മുടെ ദുബായിൽ വന്നിട്ട്. അപ്പോൾ രണ്ടാൾ രണ്ട് സൈഡിലാണുള്ളത്. അതാണ് ഇപ്പോൾ ഒരാൾ ഇവിടെ തിരൂരാണെങ്കിൽ ഒരാൾ ഇവിടെ കോട്ടക്കൽ. അങ്ങനത്തെ അവസ്ഥയാണ്. രണ്ടാൾ രണ്ട് സൈഡിലാണ്. അപ്പോൾ രണ്ടാളും കണ്ടുപിടിക്കണം. കാണാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണും. ഉറപ്പ് നമ്മൾ പറയാൻ പറ്റുന്നില്ല. ഒരാളെ കണ്ടാൽ കണ്ട്, അല്ലെങ്കിൽ രണ്ടാളും ഇൻഷാല്ല കാണാൻ പറ്റുമായിരിക്കും. രണ്ടാൾ രണ്ട് മൂലക്കൽ എങ്ങനെയൊക്കെയാണ്ട് എത്തുക എന്ന് പോലും അറിയില്ല. ലൊക്കേഷനൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നത്. നല്ല പോലെ ജഗ പോകാൻ പോയിക്കാരം മൊത്തം. പിന്നെ നമ്മൾ വീഡിയോയിൽ നോയ്സ് കാര്യങ്ങളുണ്ടാവും. എന്താ വെച്ചാൽ നമ്മൾ മൈക്ക് യൂസ് ചെയ്യണില്ല, മൈക്ക് നമ്മളെ കൈക്ക് ചെയ്യുക. അതുകൊണ്ട് വണ്ടീൻ്റെ നോയ്സുകൾ അങ്ങനെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ വീഡിയോയിൽ ഫസ്റ്റ് ആയതുകൊണ്ട് ചെറുതായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ വ്ളോഗ് എടുക്കുന്നതിലൊക്കെ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡ് ഉണ്ടാവും. അതൊക്കെ ഇൻഷാല്ല റെഡി ആവും. ഫസ്റ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ബസ് കയറാൻ വേണ്ടി ഇങ്ങനെ വന്നതാട്ടാ. നമ്മൾ ബസ് സ്റ്റോപ്പ് നേരെ മുമ്പ് കാണുന്നത്. അപ്പോൾ ബസ് ഇപ്പോൾ എത്താൻ ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. ഇവിടെ ഒരു ഷെഡ് കെട്ടിക്കാനുള്ള ബസ് സ്റ്റോപ്പ് ഉണ്ടാവില്ല, അടിപൊളിയായിട്ട്. പക്ഷേ ഇവിടെ ഇങ്ങനത്തെ ഒരു ഇതാണ്. ഇവിടെ ഇൻഷാല്ല വരുവായിക്കാരം. ഇവിടെയാണ് ബസ് എത്തിക്കുന്നത്. നമ്മളെ ബസ് നമ്പർ പറഞ്ഞാൽ 915. നേരെ അല്ലൈനിക്ക് പോകാനുള്ളത് കേട്ടോ. അല്ലൈന് സ്റ്റാൻഡിൽ നിന്നാണ് നമുക്ക് ഇങ്ങോട്ട് പോകാനുള്ളത്. എവിടേക്ക്? ഷാർജയ്ക്ക്. അപ്പോൾ റോട്ടുമ്മലൊക്കെ രാവിലെ തന്നെ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ റോട്ടുമ്പോൾ വണ്ടികളല്ലാതെ അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും വേണ്ട. അങ്ങനത്തെ നമ്മളെ മെയിൻ സ്ഥലം. ഇവിടുന്ന് ഇങ്ങനെ നേരെ നടന്നാണ്ടല്ലോ, സീതാണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മളെ ഏരിയക്ക് എത്തും. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. നമ്മൾ ബസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലപ്പോൾ വരേക്കാരം. കാണുന്നുണ്ടാന്നറിയില്ല, ആ ദൂരത്തുനിന്ന് ബസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അല്ലയിൽ ടൗണിലെത്തി. ഇനി നേരെ ബാക്കിൽ ബസ് നേരെ പോയിട്ട് നമ്മൾ ഇറക്കിക്കാണ്ട് ഇനി നേരെ നമുക്ക് പോകേണ്ടത് കണ്ടാൽ ചില ബസ് സ്റ്റോപ്പിൽ പോകണം. ബസ് സ്റ്റോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് തന്നെ ഷാർജയ്ക്കുള്ള ബസ് കയറണം. അതൊക്കെയാണ് ആകെ ജഗ പോകാവില്ല. എങ്ങനെയാ അറിയില്ല ഇവിടുന്ന് ബസ് എപ്പോഴെടുക്കൽ എങ്ങനെയെന്ന് അറിയില്ല. ഓരോ മണിക്കൂർ കൂടുമ്പോൾ ബസ് ഉണ്ട്. നല്ലയിന്ന് സ്റ്റാൻഡിൽ നിന്ന് ഷാർജ, അബുദാബി, ദുബായ് എല്ലായിടത്തും ബസ്സാളുണ്ട്. എങ്ങനെയൊക്കെ അറിയില്ല. നമുക്ക് പോയേക്കാം. അതൊക്കെ തന്നെയല്ല ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുക, അതൊക്കെയാണ് മെയിൻ. ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുക. രണ്ടാളുണ്ടാകുമ്പോൾ നമ്മളൊരു കാര്യം ഒന്നും പഠിക്കില്ല. നമ്മളങ്ങനെ മടിയന്മാരായി നിൽക്കും. രാവിലത്തെ വ്യൂ ഒന്ന് കണ്ടോ. ഈ സീബ്ര ലൈനാണ് ഭയങ്കര സീനാണ്. കുറച്ച് നമുക്ക് പോകാനുള്ള കണ്ടാ അറിയോ, അവിടേക്കാണ് ബസ് സ്റ്റോപ്പ്. പിന്നെ ഇവിടെ ഒരു സീബ്ര ക്രോസിങ് മുറിച്ചെടുക്കുമ്പോൾ ഒരു സംഭവം ഉണ്ട്. ഇത് നെക്കണം. ഇത് നെക്കി ഇതായി കഴിഞ്ഞാൽ ഇങ്ങനെ അലാറം കിടക്കിടാന്ന് പറഞ്ഞാൽ അലാറം അടിക്കുമ്പോഴാണ് നമ്മൾ റോഡ് എന്ത് ചെയ്യണം, ക്രോസ് ചെയ്യേണ്ടത്. അല്ലാതെ ക്രോസ് ചെയ്ത് ഇവിടെ ഫൈനോണ്ട് ഫൈനാണ്. ആകെ സീനാവും മൊത്തത്തിൽ. ഈ ഒന്ന് കണ്ടോ രാവിലെ തന്നെ ആയതുകൊണ്ട്. എല്ലാവരും ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ രാവിലെ തന്നെ പലരും പല വഴിക്കും പോവുകയാണ്. അല്ലതിന് ടൗൺ ഇട്ടാ. ടൗണിൻ്റെ ഒരു വശമാണ് ഇങ്ങനെ കെട്ടിക്കുകയാണ്. ഇതല്ല ഇതിൻ്റെ മെയിൻ പള്ളി, പണ്ടത്തെ പള്ളിയാണ്. പഴയ കാലത്തെ മൊത്തം പ്രവാസികൾക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പം മിസ് ചെയ്യുമായിരിക്കും ഈ പള്ളിയൊക്കെ കാണുമ്പോൾ. പിന്നെ നമ്മളെ മലയാളികളുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നമ്മളെ മലയാളികൾ മൊത്തം ഇവിടുത്തെ തന്നെയാണ്. ഈ കുയ്യിൽ തന്നെയാണ് എല്ലാവരും. അല്ലയിൽ മാർക്കറ്റിലൊക്കെ ആയിട്ട് ഫുള്ള് നമ്മളെ മലയാളികൾ തന്നെ കേട്ടോ. നമ്മളെ ആൾക്കാർ തന്നെയാണ് അല്ലൈന്, ദുബായ്, ഷാർജ, അബുദാബിയിലൊക്കെ ഒരു വിധം. ഇതൊക്കെയാണ് അവസ്ഥകൾ എന്ന് പറയാം. നേരെ കുറച്ചും കൂടി സീതാണ്ട് നടന്നു കഴിഞ്ഞാൽ അല്ലൈന് ബസ് സ്റ്റാൻഡാണ്. അവിടെ എത്തിയതിന് ശേഷം നമുക്ക് ഷാർജയ്ക്ക് ബസ് കയറാനുള്ളത്. സോ എക്സൈറ്റഡ്. രാവിലെ തന്നെ ആയതുകൊണ്ട് ഭയങ്കര രസമുണ്ട്. പക്ഷെ അങ്ങനെ ബസ് അവിടെ എത്തണം. ഷാർജയിൽ എത്തിക്കഴിഞ്ഞാൽ ആകെ ജഗപോകാവും. ഒരു ഐഡിയ ഇല്ല എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യേണ്ടിയെന്ന്. പോയൊക്കെ ജീവിതമല്ല. ഇതാണ് അല്ലൈന് ഇതിട്ടാ മാർക്കറ്റ്. അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് ഇൻഷാല്ലാ വേറെ ചെയ്യാം. ഇപ്പം നമ്മൾ ഇങ്ങോട്ട് പോകണമായതുകൊണ്ട് ഒരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് കരുതി. നമ്മൾ സ്റ്റാൻഡിൽ എത്താനായിരിക്കുന്നുണ്ട്. അപ്പോൾ സമയം എത്ര ആയിരിക്കണമെന്ന് വെച്ചാൽ സോറി എത്ര ഇപ്പം കാണുന്നില്ല, ഇതിൽ 8:15 8:15. അപ്പോൾ നേരെ നടക്കുകയാണ്. ആകെ കൈക്ക് ഈ ഫോണും മറ്റേ ഫോണും ഇതിലാണ് ലൊക്കേഷനും കാര്യങ്ങളും ഉള്ളത്. ഇത് പിന്നെ വീഡിയോ എടുക്കണം ഫോണും. ഇതിലും വീഡിയോ എടുക്കലുണ്ട്, രണ്ടിനും വീഡിയോ എടുക്കാനുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും സ്റ്റോറേജ് ഫുള്ളാകുമ്പോൾ ഇതിലെടുക്കും, ഇതിൽ ഫുള്ളാകുമ്പോൾ ഇതിലെടുക്കും. അതാണ് നമ്മൾ
നമ്മളങ്ങനെ ഒടുവിൽ എന്ത് ചെയ്ത് അല്ലേന് ബസ് സ്റ്റാൻഡിൽ എത്തിക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പം ക്യാമറ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ സീനാവും. അപ്പോൾ നമ്മൾ ഈ ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ, അവിടെ പോയി അന്വേഷിച്ചതിന് ശേഷം ഞങ്ങളോട് എന്തായാലും പറയുന്നുണ്ട്. അപ്പം എങ്ങനെയൊക്കെയാണ് ബസ് കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഓക്കെ, ഉള്ളിൽ കയറിയാൽ ക്യാമറ സീനാവും. അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഒന്നും കാര്യങ്ങളൊന്നും എടുക്കണില്ല. ഇതാണ് നല്ലൊരു ബസ് സ്റ്റാൻഡ്. ഓക്കെ, ബാക്കിൽ നേരെ കാണുന്നതാണ് നല്ലൊരു മാർക്കറ്റ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ. ഓക്കെ, ഇവിടുന്ന് അബുദാബി, ദുബായ്, ഷാർജ എല്ലായിടത്തേക്കും ബസ് ഉണ്ട്. അപ്പോൾ ഓക്കെ, കയറി തരാം. നമ്മൾ ബസ് സ്റ്റോപ്പിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത്, ഉള്ളിൽ കയറിയിരിക്കൽ ചായ കുടിച്ച് കണ്ടിങ്ങനെ ഇരിക്കുക. ബസ് ഇവിടുന്ന് നേരെ മുമ്പിൽ ആ സൈഡിലുണ്ട്. 8:45 എടുക്കും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബസ് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ബസ്സിൽ കയറുക, ആ ബസ്സിൽ നമ്മുടെ നാട്ടിലെ കണ്ടക്ടറുള്ള മൈല ഡ്രൈവറായിട്ട് എന്ത് ചെയ്യുക, ടിക്കറ്റിൻ്റെ പൈസ എത്രയാണ് അത് കൊടുക്കുക. ഇവിടുന്ന് ഷാർജയ്ക്ക് പൈസ വരുന്നത് എത്ര വെച്ചാൽ 35 ആണ്. ആ 35 കൊടുക്കുക. ഒരു ടൈമുണ്ട്, അരമണിക്കൂറോളം പോസ്റ്റ്. ഏകദേശം 10-15 നമുക്ക് എത്തുള്ളൂ. ഈ കാര്യം എങ്ങനെ അറിയില്ല, എന്തായാലും കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇൻസ്റ്റാളിനെ കാണി. ചില്ലി പൊറോട്ട വാങ്ങിയിരുന്നു നമ്മളെ ഏരിയയിൽ നിന്ന്. അതും കഴിക്കുക. ചില്ലി പൊറോട്ട ഇരുന്ന് കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്ത് തൊട്ടടുത്തുള്ള സീറ്റത്തെ ആൾക്കാരൊക്കെ നീച്ച് പോകണ്ടിട്ട് എന്താ സംഭവിച്ചിട്ട് നോക്കിയപ്പോൾ ബസ് കയറാൻ വേണ്ടി പോകണം എല്ലാവരും കൂടി. അപ്പോൾ നമ്മളും നീച്ചുകൊണ്ട് നേരെയാണ് ബസ് കയറാൻ വേണ്ടി പോകണം. അല്ലേന്ന് നേരെ നമ്മൾ പോണത് ഷാർജയ്ക്കാണ് കേട്ടോ യാത്ര പോണത്. എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ ഒന്ന് എൻ്റെ കുടുംബക്കാരനെ കാണാനുണ്ട്, ഒന്ന് എൻ്റെ ഒപ്പം പഠിച്ച കൂട്ടുകാരനെയും കാണാനുണ്ട്. രണ്ടാളും കൂട്ടുകാരന്മാരാണ്, ഒരാൾ ചെറുതും ഒരാൾ വലുതും. അങ്ങനെ എന്ത് ചെയ്ത് നേരെ നമ്മൾ ബസ്സിൽ യാത്ര ആയിക്കൊണ്ടിരിക്കുകയാണ്. മാപ്പിൽ നോക്കിയപ്പോൾ അത്യാവശ്യം ടൈം ഓടാനുണ്ട്. അങ്ങനെ എന്ത് ചെയ്ത് അവിടെ എത്തിയതിന് ശേഷം ഫസ്റ്റ് നമ്മൾ പോണത് നാസിൻ്റെ അടുത്തേക്കാണ്. അവിടുന്ന് പിന്നെ 3/4 മണിക്കൂറോളം നമ്മളെ കൂട്ടുകാരുടെ അടുത്തേക്കും പോകാനുണ്ട് കേട്ടോ. ഷാർജ ബസ് സ്റ്റാൻഡിൽ എത്തിയ പാടന്നെ എന്ത് ചെയ്ത് നമ്മൾ നേരെ വിളിച്ചു ബോസിന്. അപ്പോൾ ബോസ് പറഞ്ഞു ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂർ ഓടാണ്ടെന്ന് നാസിൻ്റെ ഉണ്ട്. അങ്ങനെ നാസിൻ്റെ ഉണ്ട് പോയതിന് ശേഷം ബാക്കി എന്ത് ചെയ്യും, പിന്നെ ഉച്ചയ്ക്ക് ശേഷം നേരെ നമ്മളെ കമ്പനിക്കാരൻ്റെ അടുത്തേക്ക് മറ്റേ കൂട്ടുകാരൻ്റെ അടുത്തേക്കും പോകും കേട്ടോ. അപ്പോൾ ബാക്കി നമ്മൾ എന്ത് ചെയ്താൽ പിന്നെ പറഞ്ഞുതരാം.